അല്ല ഇതാണോ മറവത്തൂര്? ഇല്ലേ, ഇത് സേത്തുമേട ഇല്ലേ? ഇതാണോ മറവത്തൂര്? ഇതിന്റെ ആരും ഒന്നും മിണ്ടാത്ത മറവത്തൂർ കഴിഞ്ഞു. മറവത്തൂരത്തുമ്പോ ഞാൻ പറയാം. മലയാളിയാന്നല്ലേ? ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? ഇല്ല, അടുത്ത്. അവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിനെ അറിയോ? ഇല്ല. എന്റെ അനിയച്ചാരാ. ആണോ? പാറ പൊട്ടിത്തെറിച്ച് കാലൊടിഞ്ഞ് കിടക്കുക. അവന് നിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? കാലൊടിഞ്ഞെന്ന് വെച്ചാ? കാലൊടിഞ്ഞെന്ന് വെച്ചാൽ കാലൊടിഞ്ഞു എന്ന് മാത്രമാണെന്ന് നോക്കിയാലേ അറിയാൻ പോളൂ. ആള് കിടക്കും. മറവത്തൂർ എത്തിയല്ലേ? എത്തിയെ പറയാന്ന് പറഞ്ഞില്ലേ? പറയണേ, മറക്കരുത്. വെറുതെ എന്നാ എന്നാ ഒന്നുമില്ല. അവിടെ 17 രൂപ തന്നില്ല. നിങ്ങളോട് തന്നെ. ഞാനിവിടെ വണ്ടി നിർത്തിയോണ്ടല്ലേ തനിക്ക് ഇത്രയും പേരുടെ കച്ചവടം കിട്ടിയത്? ഹോഷാർ ഇവിടെ നടപ്പില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ. വണ്ടി ഇവിടെ നിർത്താൻ തന്നോട് ഞാൻ പറഞ്ഞു. പതുക്കെ പറയണോ. കാശ് വെച്ചിട്ട് പോടും. തന്നെ ഞാൻ തെമ്മാടുത്തം കാണിച്ചാവുണ്ടല്ലോ. കാണിച്ചാ നീ എന്തിയാടാ? നിന്റെ ചായക്കട നീ ഞാൻ ശരിയില്ല. നമുക്ക് ശരിക്കും അറിയുന്നുണ്ട്. കാശുകളല്ല ശരി. ഇതാണ് മറവത്തൂര്. ചേട്ടാ, നമ്മുടെ മൈക്കിളിന്റെ വീട് അവിടെ. ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് എവിടെ? நீங்க சொல்றத புரியுதுங்க. என்ன சொல்றாரு? നിനക്ക് കാശുകളല്ലേ? എത്ര ഒന്ന് പോളാവൂ. നമ്മുടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് വടക്കോട്ട് പോയാൽ മതി. എടാ കുഞ്ഞർക്ക, അല്ല നിങ്ങളൊക്കെ ആരാ? തെമ്മാടത്തമ്മ അടിച്ച് മൂക്ക് വരത്തുകളെ. ഇത് ഏതാടി അസത്തുകള്? അല്ല നിങ്ങൾ എവിടാ താമസിക്കുന്നേ? എനിക്ക് പരിചയമുള്ളവനാണോ? മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാരെ വല്യമ്മച്ചി ആണോ? ഞാനും വേണം പേടിച്ചു പോയല്ലോ. പേടിക്കാൻ നിങ്ങളാരും മനുഷ്യ കണ്ടിട്ടില്ലയോ? കള്ളം കള്ളനെന്ന് പറഞ്ഞു ഒരൊറ്റ അലർച്ചയാ. സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ. എന്റെ കുഞ്ഞിറക്കനോട് പെണ്ണേ കിടക്കുക ആന്നോ? നീ വാ. ഇച്ചാനോ? എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കാലിന്? എന്റെ ഈശോ, എന്നാ കെട്ടായത്? എല്ലാം പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീ ആണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോകാം. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ടിരാം. വണ്ടി പിടിക്കാം. ഇച്ചാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ. ആദ്യം ഒന്ന് കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. എടാ കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കിയേ. എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെയിലൊന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. എടാ വണ്ടിക്കകത്ത് എവിടെ നിന്നാടാ വെയില്? ഈ ഇച്ചായൻ നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോട്. എടാ കുഞ്ഞർക്ക, ഞാൻ വേദനയ്ക്കിപ്പോ കുറവുണ്ട് ഇച്ചായ. നിങ്ങളാരും ഡോക്ടർമാരല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ഡോക്ടറാണ്? നല്ല ഡോക്ടറാ നോക്കിയേ. എനിക്കൊന്നും കേക്കണ്ട. കാല് പോയാ പോയതാ. നഖവും മുടിയും പറ്റിയാ പിന്നെയും വളരും. അതുപോലാന്നോ കാല്? ശരി, ഇച്ചായൻ പോയിന്ന് കുളി, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ ഒരു ഒടുക്കത്തെ കുളി. അതാ സോപ്പ് നിർത്തുക. എവിടെ വിളിക്കുന്നേ? താഴൊരു കിണറുണ്ട്. അല്ലെ പിന്നെ ഒരു ഫർലങ് അങ്ങോട്ട് ഒരു പുഴയുണ്ട്, ആ ഭാഗത്തായിട്ട്. ഓ, എന്നാ പിന്നെ പുഴയിൽ തന്നെ ആയിക്കോട്ടെ. ഓ, എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെടാൻ പോവാണോ? ഓ, ആര് പുറപ്പെടാനാ? ഇച്ചായൻ കുളിയെ ഞങ്ങൾ വരട്ടെ, മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വന്ന മൂച്ചിൽ ഏർക്കാൻ നിന്നാണ്ടല്ലോ, നിനക്കറിയാലോ ഇച്ചായനെ. പുള്ളിക്കാരൻ എന്നെ പൊക്കിയെടുത്തോണ്ട് അങ്ങ് പോകും. ആ, നീ ഇച്ചായന് കഴിക്കാൻ തരുന്നുണ്ട്. അയ്യോ
വിളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ഇതെന്നാ മുട്ടയോ കോഴിയിറച്ചി ഇല്ലയോടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണോ ചായ? എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യേ, ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളൊന്നും കോഴിയെ കിട്ടത്തില്ലോടി? ഇല്ല ചായ. അതെവിടെന്നാ? അത് താഴത്തെ വീട്ടുകാർ വളർത്തുന്നതാ. ചേടാ, എങ്കിൽ പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിൽക്കത്തില്ല. അതെന്നാ, കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ? അത് നമുക്ക് രാത്രിയിലത്തേക്ക് ഏർപ്പാടൊക്കെ ചായ. ഊണെന്ന് പറഞ്ഞാ ഉച്ചയല്ലയോടാ? മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആദ്യം ചായ ഉള്ള കറി വിട്ട് ഊണ് കഴിക്കും. ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി. മുട്ടയെങ്കിൽ മുട്ട. കുഞ്ഞുട്ടി ചായൻ എന്നാ ഈ നേരത്ത്? കട പൂട്ടിയോ? കട പൂട്ടും. ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടമല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്? ഇല്ല. വൈകുന്നേരമായപ്പോ തലയിലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ 1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടി ചായൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണം മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? അയാള് നിന്റെ അപ്പച്ചൻ വിചാരിച്ചു ഒത്തിട്ടില്ല. അയാളാണ്. ആണോ? ആയിരിക്കും. ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും. വല്യപ്പച്ചനായിട്ട് ഓടിക്കാതെടാ. അവൻ ഓടിക്കട്ടെ. അപ്പഴേ. ആരുമായിട്ട് അവൻ കളിക്കണേ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ?